കുടുംബങ്ങളെ അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നല്ല ഒരു കൊച്ചു കഥ പറയാം. എന്റെ കഥയുടെ പേര് എന്റെ ഹബീബിന് എന്ത് പറ്റി. അതാ ഹബീബിന്റെ പരിസരത്ത് ആൾക്കൂട്ടം അവിടെ ഗംഭീരം പ്രസംഗം നൽകുകയാണ്. കഥയുടെ പ്രഭാഷകൻ ആരാണെന്ന് അറിയാമോ? മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ സിദ്ദീഖ് തങ്ങൾ. ഇപ്പോൾ വെറും 30 പേർ മാത്രമുള്ള സമയമാണിത്. മക്കയിലെ ഖുറൈശികളുടെ ശൈലിയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആണ് തിളച്ച് ചെരുപ്പെടുത്ത് ആനടിച്ച് അടിയിലെ നോക്കി സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണു. വിശ്വാസത്തിന്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചുപോയി എന്ന് കരുതി ഒറ്റവർ തങ്ങളൊരു വാനെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ വിളിച്ചു നോക്കി. ഇനി കേട്ടേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എന്റെ ഹബീബോടെ എന്റെ ഹബീബിന് എന്ത് പറ്റി? ബേജാറോട് നോക്കുന്ന കുടുംബക്കാർക്ക് അത് അത്ര രസിച്ചില്ല. നീ വല്ല ഭക്ഷണം കഴിക്കുക, ബാക്കില്ലെന്ന് പിന്നെ നോക്കാം. അവർ പലതും കണ്ടു നോക്കി, പക്ഷെ മഹാൻ സമ്മതിച്ചില്ല. ഇല്ല, എന്റെ ഹബീബെ കാണാൻ ഞാൻ ഭക്ഷണം കഴിക്കില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ സുരക്ഷിതമാണെന്ന് ഉടനെ അറിയിപ്പ് കിട്ടിയതോടെ അവർ അങ്ങോട്ട് പോയി. അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ, അങ്ങക്ക് എന്തെങ്കിലും പറ്റിയോ? അതായിരുന്നു മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും പേടിച്ചെഴുതാതെ എഴുതും. അതിനു ചേർന്ന എന്റെ ഹബീബിന്റെ സുന്ദരമായ ജീവിതം എന്ത് രസമായിരുന്നു. എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എന്നാൽ നമ്മുടെ ഹബീബിനെ പ്രിയമാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകണേ. ആമീൻ. ഇതിന് മറുകൊണ്ട് എന്റെ ഈ കൊച്ചൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.